ഷോൾഡർ പെയിൻ അല്ലെങ്കിൽ തോൾഭാഗം അനക്കാൻ പറ്റാത്ത അവസ്ഥ വളരെ വേദന ഉള്ളൊരവസ്ഥയാണ്. മിക്ക മുതിർന്ന ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് തോൾഭാഗം അനക്കാൻ പറ്റുന്നില്ല, ഫ്രോസൺ ഷോൾഡർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രോസൺ ഷോൾഡറിനെ മാറ്റാനുള്ള കുറച്ച് വ്യായാമങ്ങളും എങ്ങനെ ഇത് ഒഴിവാക്കാമെന്നുള്ളതാണ്. ഇതൊരു ഡിസോർഡർ ആണെന്ന് പറയാം. അതായത് നമ്മുടെ ഷോൾഡർ സ്റ്റക്കാണ്, ഫ്രോസൺ പറഞ്ഞാൽ മരവിച്ചു പോയിരിക്കുകയാണ്. നമുക്ക് അനക്കാൻ പറ്റാത്തൊരവസ്ഥ, ഉടുപ്പിടാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഇടാൻ പറ്റാത്ത അവസ്ഥ, പൊക്കുന്നു കഴിഞ്ഞാൽ ജീവൻ പോകുന്ന വേദന. അപ്പോൾ ഈ ഷോൾഡറിൻ്റെ വേദന നമുക്ക് എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ തോൾഭാഗത്തുണ്ടാവുന്ന ഈ വേദനയെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം? അപ്പോൾ ഈ ഒരു മരവിപ്പ് അനുഭവപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ ജോയിൻറ്റ് അനങ്ങാതിരിക്കുന്നതുകൊണ്ടാണ് പ്രധാനമായിട്ടും. ഇപ്പോൾ ഒരു ജോയിൻറ്റിന് അസ്വസ്ഥത ഉണ്ടാകുന്ന സമയത്ത് അഡ്ഹസീവ് ഉണ്ടാവും, അവിടെ ഒട്ടിപ്പിടിക്കും. എന്ത്? ക്യാപ്സ്യൂൾസ് അല്ല, അവിടെ പലതരത്തിലുള്ള മസിൽസ് ഉണ്ട്, അതുപോലെ ടെൻഡോൺസ് ഉണ്ട്, അതുപോലെ തന്നെ ഇതെല്ലാം കൂടെ അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് എന്ന് പറയും. അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് എന്നുള്ളൊരു കണ്ടീഷനാണ് ഫ്രോസൺ ഷോൾഡർ. അപ്പോൾ ഇത് ആദ്യം മനസ്സിലാക്കുക, എന്നാൽ മാത്രമേ വ്യായാമത്തിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവൂ. കാരണം ഷോൾഡർ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ജോയിൻ്റാണ്, ഒരു സോക്കറ്റ് ഉണ്ട്, ആ സോക്കറ്റിൽ നമ്മുടെ ഹ്യൂമറസ് എന്നുള്ളൊരു ബോൺ ഇവിടെ വന്ന് അറ്റാച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കാനും ഫ്രണ്ടിലോട്ടും പിറകോട്ടും ചലിപ്പിക്കാനൊക്കെ പറ്റും. ഈ ഒരു ബോളിൽ കിടന്നാണ് ഇതിങ്ങനെ കറങ്ങുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് മസിൽസ് ഉണ്ട്, കുറച്ച് ലിഗമെൻറ്റ്സ് ഉണ്ട്. അപ്പം തോൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു വളരെ നല്ലൊരു ജോയിൻ്റാണ്. ഇതിനൊരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് എന്നൊക്കെ പറയും. ഒരു ബോൾ പോലെ കിടന്ന് കറങ്ങും. അപ്പോൾ ഇത് നമ്മൾ അനങ്ങാതെ കുറേ നാൾ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ സ്റ്റിഫാവും. അപ്പോൾ ഇത് വരാനുള്ള കാരണം പ്രധാനമായിട്ടും നമ്മൾ വ്യായാമമില്ലാതിരിക്കുക, സ്ട്രെച്ച് ചെയ്യാത്ത അവസ്ഥ. നമ്മൾ ഒരു ദിവസം പോലും നമ്മൾ കൈകൾ കറക്കുന്നില്ല. നമ്മൾ സാധാരണ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നു. കൈ അനക്കാത്ത വ്യക്തികൾക്ക് ഇങ്ങനെ ഷോൾഡർ ജോയിൻ ഇങ്ങനെ സ്റ്റിഫ്നെസ് വരാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ പ്രമേഹമുള്ള ആളുകൾ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. പ്രമേഹമുള്ള ആളുകളിൽ കൊളാജിൻ്റെ പ്രോബ്ലം കുറവ് കാരണമാണ് ഇത് കോമൺ ആയിട്ടും ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്. കൊളാജിൻ്റെ അളവിലൊരു വ്യത്യാസം വരുന്ന കാരണം അവർക്ക് വേഗം ഈ ഫ്രോസൺ ഷോൾഡർ ഉണ്ടാവാറുണ്ട്. അത് കൂടാതെ തന്നെ പെട്ടെന്ന് വണ്ണം വയ്ക്കുന്ന വ്യക്തികൾ, ഇതുപോലെ വ്യായാമം ഇല്ലാതിരിക്കുക, പൊണ്ണത്തടി പെട്ടെന്ന് ഉണ്ടാകുക, അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഫ്രോസൺ ഷോൾഡർ ഉണ്ടാവും. അപ്പോൾ ഫ്രോസൺ ഷോൾഡറിൻ്റെ കാരണം എന്തൊക്കെയായാലും ഇത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വ്യായാമം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കൈകൾ ഇടയ്ക്കിടയ്ക്ക് കറക്കുക. അതാണ് രാവിലെ എഴുന്നതിന് ശേഷം സ്ട്രെച്ചിങ് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മുടെ ജോയിൻസ് എല്ലാം അനങ്ങണം. പതുക്കെ ഫുൾ കറക്കുക, അതുപോലെ മുകളിലോട്ടും താഴോട്ടും ആക്കുക, ചെറിയ വാൾ പുഷപ്പ് എടുക്കുക, ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി വേദന ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ NSAID പോലുള്ള മരുന്നുകൾ കഴിക്കാം. പക്ഷേ എത്ര നാൾ നമുക്ക് കഴിക്കാൻ പറ്റും? ഈ മരുന്നുകൾ സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് തകരാറാണ്. ഒരു 3-4 ദിവസം അല്ലെങ്കിൽ ഒരു 7 ദിവസമൊക്കെ വരെയൊക്കെ കഴിക്കാം. അപ്പോൾ ആ ഒരു നീർക്കെട്ട് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. വേദന വരുന്നതിൻ്റെ ആദ്യത്തെ 2 ദിവസം നമുക്ക് തണുപ്പ് വയ്ക്കുന്നതാണ് നല്ലത്. ആദ്യത്തെ 2 ദിവസം തണുപ്പ്, ഒരു ഐസ് പാക്ക് എടുത്തതിന് ശേഷം ചുറ്റും വെച്ച് കഴിഞ്ഞാൽ നീര് പറ്റും. കുറേ നേരം കഴിഞ്ഞിട്ടാണ്, ഒരു 2 ദിവസം കഴിഞ്ഞിട്ടും വേദന നിൽക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ ചൂട് വെക്കാനായിട്ട് പറയുന്നത്. പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുള്ള ഒരു ചികിത്സയുണ്ട്. അത് മിക്കവാറും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ്. ഫ്രോസൺ ഷോൾഡർ ഒട്ടും അനങ്ങാൻ പറ്റുന്നില്ല, വ്യായാമം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഫിസിയോതെറാപ്പി ചെയ്തിട്ടും വലിയ എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് നമുക്ക് ഈ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ നമ്മുടെ ജോയിൻറ്റിൽ കൊടുക്കാറുണ്ട്. വളരെ എഫക്റ്റീവാണ്. വളരെ മിനിമം എമൗണ്ട് ഓഫ് സ്റ്റീറോയിഡ് മാത്രമേ കൊടുക്കാറുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ നമ്മുടെ ജോയിൻറ്റ് മൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഹൈഡ്രോ ഡയലറ്റേഷൻ എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ചില സ്ഥലങ്ങളിൽ ചെയ്യാറുണ്ട്. അതൊരു മറ്റൊരു ചികിത്സാ മാർഗ്ഗമാണ്. വളരെ ചുരുക്കം ഹോസ്പിറ്റലുകളിൽ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. അത് വലിയ അളവിൽ സലൈൻ ഇഞ്ചക്ഷൻ, അതായത് നോർമൽ സലൈൻ, നമുക്ക് IV കൊടുക്കുന്ന ആ ഒരു നോർമൽ സലൈൻ ഈ ജോയിൻറ്റ് ക്യാപ്സൂളിൽ കൊടുക്കുന്നവരാണ്. അത് കൊടുക്കുന്ന സമയത്ത് ഈ ചുരുങ്ങിയിരിക്കുന്ന ഈ തോൾ സന്ധിയുടെ ഒരു ആവരണം വികസിക്കുന്ന രീതിയിൽ ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അത് ചില ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒട്ടും എഫക്റ്റീവ് അല്ലെങ്കിൽ സർജറിയിലോട്ട് പോകാം, സർജറി ചെയ്യാറുണ്ട്. പക്ഷേ ഒരു 6 ആഴ്ചയെങ്കിലും മിനിമം റെസ്റ്റ് വേണം. അതിനുശേഷം പതുക്കെ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം മാറ്റി നിർത്തി നമുക്ക് ഈ അസുഖം പൂർണ്ണമായിട്ടും മാറ്റാനായിട്ടുള്ള ഫിസിയോതെറാപ്പി എക്സസൈസ് പറഞ്ഞു തരട്ടെ. ഇത് വളരെ എഫക്റ്റീവാണ്. ഞാൻ ധാരാളം പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്നതാണ്. 12 എക്സസൈസ് ഉണ്ട് ഇതിനകത്ത്. ഈ 12 എക്സസൈസിനകത്ത് ആദ്യത്തെ 6 എണ്ണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു മാസം ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് പകുതിയിലധികം കുറയും. 12 ചെയ്യാൻ പറ്റിയാൽ പൂർണ്ണമായിട്ട് ഈ അസുഖം മാറുന്നതായിട്ട് കാണാം. അപ്പോൾ ഫ്രോസൺ ഷോൾഡർ ക്ഷമയോടെ കൂടി 1-2 മാസം ഇത് കൃത്യമായി ചെയ്താൽ മാത്രമേ പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാറ്റാനായിട്ട് പറ്റുള്ളൂ. വേദനയൊക്കെ കാണും, കുറേയൊക്കെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടതായിട്ട് വരും. ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കേണ്ടതാണ്. പക്ഷേ ക്ഷമയുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പറയുന്ന ഫിസിയോതെറാപ്പി എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യാം. ആദ്യത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം മുകളിലോട്ടും താഴോട്ടും പൊക്കുകയും താഴ്ക്കുകയും ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഫ്രോസൺ ഷോൾഡർ ആണെങ്കിൽ നമുക്ക് ഇത്രയും പോലും പൊക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ഇങ്ങനെ ആദ്യം ഇത്ര ഘട്ടത്തിൽ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ പതുക്കെ കുറച്ച് എത്ര പൊക്കാൻ പറ്റുമോ അത്രയും പൊക്കുക, പിന്നെയും താഴ്ക്കുക, പിന്നെയും പൊക്കുക, പിന്നെയും താഴ്ക്കുക. രണ്ടാമതായിട്ട് നമ്മൾ 2 ഷോൾഡറും ഇങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കുക. ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ കറക്കിക്കൊണ്ടേയിരിക്കുക.
മൂന്നാമതായിട്ട് ഇടുപ്പിൽ ഒരു കൈ വെച്ചതിന് ശേഷം മറ്റേ കൈ പൊക്കി മാക്സിമം ലെഫ്റ്റ് സൈഡിലോട്ട് പോവുക, നോർമലായിട്ട് വരിക, ലെഫ്റ്റ് സൈഡിലോട്ട് പോവുക, നോർമലായിട്ട് വരിക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10-15 വട്ടം ചെയ്യുക. അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്നതിന് ശേഷം കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം കറക്കുക, രണ്ട് കൈയും ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക. ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പതുക്കെ മാത്രമേ ശരിയാവുള്ളൂ. ചെയ്യാൻ പറ്റുന്നത്ര ആദ്യം ചെയ്യുക, പിന്നെ പതുക്കെ കൂട്ടിക്കൊണ്ടുവരും. ഇനി അഞ്ചാമത്തെ, അതായത് ഒരു ഡോറിൻ്റെ ഭാഗത്ത് നിന്നതിന് ശേഷം നമ്മൾ ഈ രണ്ട് സൈഡിലും പിടിച്ചതിന് ശേഷം മുമ്പിലോട്ടും പിറകോട്ടും നമ്മുടെ ശരീരത്തിനെ കൊണ്ടുവരിക. അങ്ങനെ മാക്സിമം എത്ര പറ്റുമോ അത്രയും രീതി കൊണ്ടുവരിക, പതുക്കെ റിലാക്സ് ആവുക. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡർ ജോയിൻ്റ് അത് വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ്. അപ്പോൾ ഈ ഒരു 5 എക്സസൈസ് വളരെ വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ്. ഈ ആറാമത്തെ എക്സസൈസ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ എന്നാലും പതുക്കെ ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന എക്സസൈസാണ്. രണ്ട് കൈയും കുത്തി ഇങ്ങനെ തറയിൽ ഇതുപോലെ ഇരിക്കുക. അതിനുശേഷം നമ്മുടെ തല താഴോട്ടാക്കി നമ്മുടെ കൈ മറ്റേ കൈയുടെ ഉള്ളിലൂടെ കയറ്റി ആ സൈഡിലോട്ട് എത്തിക്കുക. അങ്ങനെ ഒരു 10 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു എക്സസൈസാണ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാലും നല്ല എഫക്റ്റീവായിട്ട് നമ്മുടെ ഫ്രോസൺ ഷോൾഡർ പതുക്കെ മാറും. ഏഴാമതായിട്ട് ഇരുന്നതിന് ശേഷം നമ്മൾ കൈ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ രീതിയിൽ കോർത്ത് വീണ്ടും പഴയതുപോലെ ആക്കുക, വീണ്ടും ഇതുപോലെ കോർത്ത് വീണ്ടും പഴയതുപോലെ ആക്കുക. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഷോൾഡറിൻ്റെ എല്ലാ മൂവ്മെൻറ്റും വരുന്ന സമയത്ത് വേദന പതുക്കെ മാറും. എട്ടാമത്തെ എക്സസൈസ് എന്ന് ഒരു സാധനത്തിൽ ഇതുപോലെ പിടിച്ചതിന് ശേഷം മുമ്പോട്ടും താഴോട്ടും ഇങ്ങനെ പോവുക, വീണ്ടും പുറകോട്ട് വരിക, വീണ്ടും മുകളിലോട്ട് വരിക. ഈ സമയത്തൊക്കെ നമ്മുടെ ജോയിൻറ്റ് പതുക്കെ അനങ്ങി വേദന കുറയും. അടുത്തതായിട്ട് കുറച്ച് വെയിറ്റ് എടുത്തിട്ടുള്ള എക്സസൈസാണ്. ഒരു കിലോ വെയിറ്റ് എടുക്കുക. 2 ഡമ്പൽ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഡമ്പൽ എടുത്തതിന് ശേഷം 2 കയ്യിൽ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ 2 സൈഡിലോട്ടും ആക്കുക. അപ്പോൾ കുറച്ച് വേദന കാണും, പക്ഷേ പതുക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് കൈ പൊക്കാൻ പറ്റുന്ന പോലെ ആവും. കുറച്ച് നേരം സമയം എടുക്കും, പക്ഷേ പതുക്കെ ചെയ്ത് തുടങ്ങാം. ഇരുന്നതിന് ശേഷം ഇതുപോലെ ചെയ്യാം. ഒരു കൈ ഡമ്പൽ പിടിക്കുക, മുകളോട്ട് പൊക്കുക, അതിനുശേഷം താഴോട്ട് കൊണ്ടുവരിക, അടുത്ത ഡമ്പൽ പൊക്കുക, അടുത്ത ഡമ്പൽ താഴ്ക്കുക, രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുക കുറച്ച് നേരം. ഇത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സസൈസാണ് ഷോൾഡർ ജോയിൻറ്റ്. അത് 11ാമത് റെസിസ്റ്റൻറ്റ് ബാൻഡ് വെച്ച് ചെയ്യുന്ന ഒരു എക്സസൈസാണ്. റെസിസ്റ്റൻറ്റ് ബാൻഡ് നമ്മൾ കാലുകൊണ്ട് ചവിട്ടിയതിന് ശേഷം ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ കൈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. ഇത് നല്ലൊരു എക്സസൈസാണ്. പ്രത്യേകിച്ചും ആമിൻ്റെ മസിൽസ് എല്ലാം കുറച്ചുകൂടെ ഡെവലപ്പ് ആവുകയും ചെയ്യും. ഷോൾഡർ വേദന വളരെ വേഗത്തിൽ മാറുകയും ചെയ്യും. അടുത്തതും ഇങ്ങനെ നിന്നതിന് ശേഷം ഇതുപോലെ റെസിസ്റ്റൻറ്റ് ബാൻഡ് എവിടെയെങ്കിലും വെച്ചതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ്. ഇത് ചെയ്താലും നല്ല എഫക്റ്റീവായിട്ട് ഫ്രോസൺ ഷോൾഡർ കുറയ്ക്കാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് എത്ര നേരം ചെയ്യാൻ പറ്റുമോ അത്ര നേരം ചെയ്യാം. അപ്പോൾ ആദ്യത്തെ 5 എക്സസൈസ് തന്നെ വളരെ എഫക്റ്റീവാണ്. നമുക്ക് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ്. 6 മുതൽ 12 വരെ എക്സസൈസ് പറ്റുമെങ്കിൽ ചെയ്യുക, അത് എഫക്റ്റീവാണ്. പക്ഷേ എന്നാലും ഒരു കാരണവശാലും പ്രതീക്ഷ കൈവിടരുത്. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, ഇച്ചിരി വേദനയൊക്കെ കാണും, പക്ഷേ പതുക്കെ ചെയ്തു തുടങ്ങിയാൽ നല്ല എഫക്റ്റീവായിട്ടുള്ള കുറച്ച് എക്സസൈസാണ് ഞാൻ പറഞ്ഞത് തോൾവേദന മാറാനായിട്ട്. ഇപ്പോൾ തോൾവേദന ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ഇപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രമേഹം ഉണ്ടെങ്കിൽ പ്രമേഹം കൺട്രോൾ ചെയ്യണമെന്നുള്ള കാര്യം മറക്കരുത്. കാരണം പ്രമേഹം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ഒരു വേദന കൂടി നിൽക്കാറുണ്ട്. ഇത് പല ആളുകളുടെയും മനസ്സിലുള്ളൊരു സംശയമാണ്. മിക്ക പേഷ്യൻസും എനിക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ് തോൾവേദന എങ്ങനെ മാറ്റാമെന്നുള്ളത്. അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.